ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാർഡിയാക് പേഷ്യന്റിന്റെ പറയത്തക്ക ഒരു ബുദ്ധിമുട്ടും ഇപ്പൊ സമൃദ്ധയ്ക്കില്ല. പിന്നെ എന്തിനീ ടാബ്ലറ്റ്സ് ഒക്കെ സമൃദ്ധ കഴിക്കണം? ഞാൻ പിന്നെ കഴിച്ചോളാം. അമ്മ ആ വെള്ളം അവിടെ വെച്ചേക്കാം. അമ്മേ, എനിക്ക് അമ്മയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ മോളെ? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, എനിക്കിപ്പോ ഉള്ളിലാകെ ഒരു കൺഫ്യൂഷനാ. തുടർച്ചയായിട്ട് വരുന്ന തലവേദനയും അതുമൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ എന്നെ നല്ലതുപോലെ ബാധിക്കുന്നുണ്ട്. എത്ര വേഗം എനിക്കതിനുള്ള പരിഹാരം കാണണം. അതുകൊണ്ട് ഞാൻ നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ടു. സൈക്യാട്രിസ്റ്റോ? അതിന് മാത്രം മോൾക്കെന്താ പ്രശ്നം? എന്റെ ഉള്ളിൽ ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. അതെനിക്ക് മറ്റാരോടും പറയാനും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ കണ്ടത്. ഞാൻ എന്താന്ന് എനിക്കറിയില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ അതറിയാലോ. ഒരു ഓർഫനേജിലാണ് ഞാൻ വളർന്നതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എന്നെക്കുറിച്ച് അമ്മയ്ക്കറിയാവുന്ന മറ്റു കാര്യങ്ങളും എനിക്ക് അമ്മയൊന്ന് പറഞ്ഞു തരുമോ? മോളെ, അത് എന്തിനാ ഇനി പഴയ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കൂടുതൽ വിഷമിക്കുന്നത്? അതൊക്കെ മറക്കുന്നല്ലേ നല്ലത്. അല്ലമ്മേ, എന്റെ ഓർമ്മകളെ തിരിച്ചു പിടിക്കാൻ എനിക്കതൊക്കെ അറിഞ്ഞേ പറ്റൂ. ആക്സിഡന്റിന് മുമ്പ് ഞാൻ വളരുന്ന സാഹചര്യങ്ങളും മറ്റും അറിഞ്ഞാൽ ചിലപ്പോ പഴയതൊക്കെ ഓർമ്മ വന്നേക്കുമെന്ന ഡോക്ടർ പറഞ്ഞത്. മോളെ, ഹൃദ്രോഗമുള്ള ഒരു കുഞ്ഞിനെ ആരോ ഓർഫനേജിൽ ഉപേക്ഷിച്ചു എന്ന് സിസ്റ്റർ എവലിൻ പറഞ്ഞത്. പക്ഷേ അവിടെയുള്ള എല്ലാവർക്കും നിന്നോട് വലിയ സ്നേഹമായിരുന്നു. ഓർഫനേജിലെ അമ്മമാര് നിന്നെ വളർത്തി പഠിപ്പിച്ചു. പഠിക്കാൻ നീ നല്ല മിടുക്കിയായിരുന്നു. അത് മാത്രല്ല, ഡാൻസിലും പാട്ടിലും വീണ വായിക്കുന്നതിലും എല്ലാം മിടുക്കി. അകത്തിരിക്കുന്ന വീണ ഓർഫനേജിൽ നിന്ന് നീ പോന്നപ്പോ കൊണ്ടുവന്നതാ. അത് മോൾക്ക് ഓർമ്മയില്ലേ? സ്കൂൾ മത്സരങ്ങളിലൊക്കെ നിനക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിനക്ക് വേണ്ടുന്ന എല്ലാ ചികിത്സകളും അവര് തന്നു. പക്ഷേ അപ്പോഴും നിന്റെ അസുഖം കുറഞ്ഞിരുന്നില്ല. അതിനിടയില് ഗോകുല് നിന്നെ കാണുന്നതും നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതും സിസ്റ്റർ എവലിന് ഒരമ്മയെപ്പോലെ നിന്നെ നോക്കിയിരുന്നത്. കല്യാണം കഴിച്ചപ്പോഴും നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നതും അവരായിരുന്നു. ഇതൊക്കെ അമ്മ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ? ഈ വീട്ടിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ മോൾക്ക് തന്നെ അറിയാലോ. മോളെന്താ ആലോചിക്കുന്നത്? അമ്മേ, എവിടെ ഈ ഓർഫനേജ്? അത് പിന്നെ ഓർഫനേജ്. ആ സ്ഥലപ്പേര് ഏതാന്നാ ഞാൻ ചോദിച്ചേ. അത് ഇടമറ്റം.